ഇപ്പൊ കുറെ ആൾക്കാര് ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് മജോറിറ്റി ഉള്ള ആൾക്കാർ എല്ലാവർക്കും പിള്ളേരുണ്ടല്ലോ. തീർച്ചയായും ഏഹ് ഇപ്പൊ നമ്മള് പ്രൊഫഷണൽ ആയിട്ടുള്ള ബോഡി ബിൽഡേഴ്സ് ബോഡി ബിൽഡേഴ്സ് നോക്കുവാണെങ്കിൽ ആർണോൾഡ് ഷ്വാർസ്നെഗർ ഒക്കെ അവർക്ക് രണ്ട് പെൺകുട്ടികളോ രണ്ട് പെൺകുട്ടി ആൺകുട്ടികൾ. ആൺകുട്ടിയുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞ ഒരു ഒരു മിത്താണ്. ചില കുട്ടികൾ ഉണ്ടാവത്തില്ല എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാട് വന്നത് ഇസ് ബിക്കോസ് അവരുടെ മനസ്സിൽ എവിടെയോ വായിച്ച ഒരു കാര്യം അവരുടെ മനസ്സിൽ അത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുണ്ട്, ഇപ്പോഴുണ്ട് സമൂഹത്തിൽ ചില ആളുകൾക്ക് ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു റീസൺ മെയിൻലി ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ചിലര് ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള മരുന്നുകൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ കൂടുതൽ ടെസ്റ്റോസ്റ്റെറോൺ കൂട്ടാനും അല്ലെങ്കിൽ കൂടുതൽ ഈസ്ട്രോജൻ കൂട്ടാന്, കാരണം അതിന്റെ കോഴ്സ് അറിയാതെ പെട്ടെന്ന് സൈസ് ആവാന്. അതെ, കറക്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. ഇത്ര വെയിറ്റ് ഉള്ള ആൾ ഇത്ര കോഴ്സ് ചെയ്യണം, ഇത്ര MG ചെയ്യണം എന്നുള്ളത് ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതറിയാത്ത ആളുകളാണ് ഇത് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവര് എനിക്ക് പെട്ടെന്ന് മസിൽ വെക്കണം, എനിക്ക് പെട്ടെന്ന് ബോഡി ഉണ്ടാവുന്നു, പെട്ടെന്ന് സിക്സ് പാക്ക് വേണം, എനിക്ക് ഇച്ചിരി ഹെഫ്റ്റി ആയിട്ട് നോക്കണം, അല്ലെങ്കിൽ നല്ല ബോഡി, എനിക്ക് പെണ്ണുങ്ങളൊന്ന് ഇംപ്രസ്, അങ്ങനെ ഇതാണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവര് പെട്ടെന്ന് അറിയാത്ത മെഡിസിൻസ് ഒക്കെ പോയി എടുക്കും. ആ മെഡിസിൻസ് ഇങ്ങനെ സ്റ്റിറോയിഡ്സ് ആയിട്ട് എടുത്തിട്ട് അവര് ആ സ്റ്റിറോയിഡ്സ് പെട്ടെന്ന് കുത്തി നോക്കുമ്പോൾ മസിൽസ് വരുന്നുണ്ട്, ബോഡി എന്താ പറയാ വയറ് നല്ലതായിട്ട് പാക്കായിട്ട് വരുന്നുണ്ട്, ആ സമയത്ത് ബോഡിക്ക്. അപ്പൊ അവര് നോക്കുമ്പം ഇത് നല്ലൊരു സംഭവമാണല്ലോ, അപ്പൊ ഇത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്ത് വരുമ്പോഴാണ് ഇവരുടെ ബോഡി വീക്കായി പോകുന്നത്. എന്നിട്ടാണ് ഇവർക്ക് ഇതുപോലെ കൊച്ചുങ്ങൾ ഉണ്ടാവാത്ത കാര്യങ്ങളും പിന്നെ കുറെ ഇഷ്യൂസ് ഉണ്ട്, പ്രീമച്വർ ഇജാക്കുലേഷൻ, അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട് ബോഡിക്ക്. അപ്പം നമുക്ക് ടെക്നിക്കലി ഇതിനകത്ത് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഓൾവേസ് നമ്മൾ എന്ത് മരുന്ന് എടുക്കുവാണെങ്കിലും, ഇപ്പം നിങ്ങളിപ്പോ ഡോക്ടറിന്റെ അടുത്ത് വരുവാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഡോക്ടർ പറയുന്ന മരുന്നുകളല്ലേ നിങ്ങൾ എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇപ്പം എനിക്ക് യാസർ ഭായിക്ക് കൂടി പോയ ഒരു പാരസെറ്റമോൾ കടയിൽ നിന്ന് മേടിക്കാം, ബിക്കോസ് അത് നിങ്ങൾക്ക് അറിയാം പാരസെറ്റമോൾ ആണെന്ന് അറിയാം. പക്ഷെ പാരസെറ്റമോൾ സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുമോ? സൈഡ് എഫക്ട് ഉണ്ടല്ലോ. ഓവർഡോസ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? കിഡ്നിക്ക് ഡാമേജ് ആവും, പെട്ടെന്ന് തന്നെ കിഡ്നിക്ക് ഡാമേജ് ആവും. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പം ആസ് എ മെഡിക്കൽ പ്രൊഫഷണൽ, ആസ് എ ഡോക്ടർ, എനിക്ക് പാരസെറ്റമോളും പറയാം, വേറൊരു മരുന്നും പറയാം പനിക്ക് കുറയ്ക്കാൻ. പക്ഷെ ഡോക്ടർക്ക് അറിയാം എന്താണ് കൊടുക്കേണ്ടത്. കാരണം എന്റെ ബോഡി അനുസരിച്ച് ഡോക്ടർ നമുക്ക് ഡോക്ടറിനോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ആന്റിബയോട്ടിക് ആണെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് ചുമ്മാ പോയി